ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 18 ചൊവ്വാഴ്ചയാണ്. 3 ദിവസത്തെ അവധിക്ക് ശേഷം തിരികെ നമ്മൾ വീണ്ടും മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് വലിയ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് തന്നെയാണ് നിഫ്റ്റിയിൽ സാധ്യതയുള്ളത്. കൂടാതെ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിൽ തന്നെയാണ്. S&P 500ഉം നാസ്ഡാക്കും പുതിയ ഓൾ ടൈം ഹൈ വീണ്ടും ടച്ച് ചെയ്തു. US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ വീണ്ടും ഇടിയുകയുണ്ടായി. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് 1.85% ഉയർന്നു. കൂടാതെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുള്ളത്, വ്യക്തിഗത നികുതി നിരക്ക് കുറയ്ക്കാൻ ഇന്ത്യൻ സർക്കാർ ആലോചിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. എന്നാൽ നെഗറ്റീവായ ഒരു വാർത്തയുള്ളത്, മൺസൂൺ 20% കുറയാൻ സാധ്യതയുണ്ട് എന്ന് ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നു. ഇത് അഗ്രികൾച്ചർ സെക്ടറിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. എല്ലാ വാർത്തകളും ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. ആദ്യം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾ പരമാവധി ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക, കാരണം ലൈക്ക് വളരെ കുറവാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ആദ്യത്തേത്, നികുതി വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ ആലോചിക്കുന്നു എന്ന് റോയിറ്റേഴ്സിൽ വന്ന ഒരു വാർത്തയെക്കുറിച്ചാണ്. ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിനായി ചില വരുമാന വിഭാഗക്കാർക്ക് വ്യക്തിഗത നികുതി നിരക്കുകൾ കുറയ്ക്കുന്ന കാര്യം ഇന്ത്യൻ സർക്കാർ പരിഗണിക്കുന്നു എന്ന് വാർത്ത പറയുന്നു. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനാകാതെ വന്നതിന് ശേഷം സർക്കാർ ആദ്യ ഫെഡറൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ജൂലൈയിലാണ് പദ്ധതി അവതരിപ്പിക്കാൻ സാധ്യതയുള്ളത്. 2023-24 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 8.2% വളർച്ച നേടിയെങ്കിലും ഉപഭോഗം അതിന്റെ പകുതി മാത്രമാണ് വളർന്നത്. ഇത്തരത്തിൽ നികുതി വെട്ടിക്കുറയ്ക്കുന്നതിലൂടെ മധ്യവർഗത്തിന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി സ്റ്റോക്ക് മാർക്കറ്റ് പേഴ്സ്പെക്റ്റീവിൽ ഈ വാർത്ത എന്ത് റിയാക്ഷനാണ് ഉണ്ടാക്കുക എന്നുകൂടി നമുക്ക് നോക്കാം. പേഴ്സണൽ ടാക്സ് കുറയ്ക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് തന്നെയാണ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. വർദ്ധിച്ച ഉപഭോഗം കമ്പനികളുടെ പ്രോഫിറ്റ് കൂട്ടാനും അതുവഴി സ്റ്റോക്കിലെ പ്രൈസ് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. മറ്റൊരു മുഖ്യമായ വാർത്തയുള്ളത്, നിലവിലെ സാമ്പത്തിക വളർച്ചാ നിരക്ക് അനുസരിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI 2024-25 സാമ്പത്തിക വർഷത്തിൽ 14 മുതൽ 15% വായ്പാ വളർച്ച പ്രതീക്ഷിക്കുന്നതായി ബാങ്ക് ചെയർമാൻ ദിനേശ് കുമാർ കാര പറഞ്ഞു. ഡെപ്പോസിറ്റ് ഗ്രോത്തിലും വർധനമുണ്ടാകും എന്ന് പറയുന്നു. SBIയുടെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് കഴിഞ്ഞ വർഷം 11% എന്നാൽ ഈ വർഷം അത് 12 മുതൽ 13% വരെ ആകും എന്നാണ് പറയുന്നത്. ഇത് ബാങ്കിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു വാർത്തയുള്ളത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. മൺസൂണിൽ 20% മഴ കുറയുമെന്ന് ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നു. ഈ മൺസൂൺ സീസണിൽ ഇന്ത്യയിൽ പതിവിലും 20% കുറവാണ് മഴ ലഭിച്ചത്. സൗത്ത് റീജിയൻ ഒഴികെ മിക്ക പ്രദേശങ്ങളിലും മഴക്കുറവ് അനുഭവപ്പെടുന്നു. മാത്രമല്ല വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗവും വലുതായി തന്നെയുണ്ട്. നെല്ല്, പരുത്തി, സോയാബീൻ, കരിമ്പ് തുടങ്ങിയ നിർണായക വിളകളുടെ നടീലിനും വിളവിനും മഴക്കുറവ് പ്രതികൂലമായി തന്നെ ബാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. പതിവിലും കൂടുതലായി മഴ ലഭിക്കും എന്ന വാർത്ത കുറച്ച് ദിവസം മുൻപാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ വീണ്ടും കാലാവസ്ഥ മാറിയിരിക്കുന്നു. അഗ്രികൾച്ചർ സെക്ടറിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം അദാനി എന്റർപ്രൈസ് ആണ്. ഗൗതം അദാനിയും അദാനി ഗ്രൂപ്പിൽ നിന്നുള്ള കമ്പനികളും 2023 സെപ്റ്റംബറിനും 2024 ജൂണിനും ഇടയിൽ അദാനി എന്റർപ്രൈസിന്റെ 2% ഓഹരികൾ വാങ്ങി. അവരുടെ മൊത്തം ഓഹരി 73.95%. മറ്റൊരു വാർത്ത പേടിഎമ്മും സൊമാറ്റോയുമായി ബന്ധപ്പെട്ടതാണ്. അവരുടെ സിനിമ ഇവന്റ് ടിക്കറ്റിംഗ് ബിസിനസ് വിൽക്കാൻ സൊമാറ്റോയുമായി വിപുലമായ ചർച്ചകൾ നടത്തി വരികയാണ്. മെച്ചപ്പെടുത്താനുള്ള പേടിഎമ്മിന്റെ പദ്ധതിയുടെ ഭാഗമാണ് ഇൻഫ്ര, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇന്ത്യ സിമന്റ്സ്, സെയിൽ, സൺ TV എന്നിവയാണ്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ലൈവ് സെഷൻ ആരും തന്നെ കാണാൻ മറക്കരുത്. 10:30 മുതൽ 3:30 വരെയാണ് ലൈവ് ഉണ്ടായിരിക്കുക. ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനും അതുപോലെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു വേദി കൂടിയാണ്. ഇനി ലൈവ് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഇവന്റ്സിലേക്ക്, അതിനു മുന്നേയായി കഴിഞ്ഞ ആഴ്ച FOMC മീറ്റിംഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഇവന്റ്സുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ആഴ്ചയും വ്യത്യസ്തമല്ല. തിങ്കളാഴ്ച ജൂൺ 17 ചൈന ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയാണ്. ചൊവ്വാഴ്ച ജൂൺ 18 US റീറ്റെയിൽ സെയിൽസ് ഡാറ്റ. അന്നേ ദിവസം തന്നെ US ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയും US മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഡാറ്റയും പുറത്തുവരും. ബുധനാഴ്ച ജൂൺ 19 ഒരു IPO ലിസ്റ്റ് ചെയ്യുന്നത് ഡി പൈപ്പിംഗ് സിസ്റ്റംസ് ആണ്. UK ഇൻഫ്ലേഷൻ റേറ്റ് അന്നേ ദിവസം തന്നെയാണ്. വ്യാഴാഴ്ച ജൂൺ 20 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസും യൂറോ ഏരിയ കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റയും പുറത്തുവരും. വെള്ളിയാഴ്ചയാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഡാറ്റകൾ വരുന്നത്.
ഇന്ത്യ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്, ഇന്ത്യ മാനുഫാക്ചറിംഗ് PMI, US മാനുഫാക്ചറിംഗ് PMI ഡാറ്റകൾ എന്നിവയാണ് വരുന്നത്. US മാർക്കറ്റിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച വന്നതുപോലെ ഒരു ടോപ്പ് ഇവൻറ്റ്സ് ഒന്നുമല്ല ഈ ആഴ്ചയുള്ളത്. എന്നിരുന്നാലും ഇൻഫ്ലേഷനെ കൃത്യമായി തന്നെ ഗൈഡ് ചെയ്യുന്ന ധാരാളം ഇൻഫർമേഷൻസ്, ഇവൻറ്റ്സ് ഈ ആഴ്ചയും വരുന്നുണ്ട്. ഇനി മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. ഇന്ത്യൻ മാർക്കറ്റുകൾ തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. 2 ആഴ്ച കൊണ്ട് 4% നിഫ്റ്റി ഉയർന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 2 ആഴ്ച കൊണ്ട് 7% ഉയർന്നത്. കഴിഞ്ഞ ആഴ്ച 4% ഉയർന്നു. ശ്രീറാം ഫിനാൻസ്, അൾട്രാടെക്, HDFC ലൈഫ്, ONGC എന്നിവ ടോപ്പ് ഗെയിനേഴ്സായി മാറി. നിഫ്റ്റിയിലേക്ക് തുടർച്ചയായ 3ാമത്തെ ദിവസവും റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്ത് നിഫ്റ്റി. എന്നിരുന്നാലും റേഞ്ച് ബൗണ്ടിൽ തന്നെയായിരുന്നു വെള്ളിയാഴ്ച ഉണ്ടായിരുന്നത്. 23,465-ൽ 66 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി 23,500-ന് അടുത്തടുത്തായിട്ടാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 23,500-ന് മുകളിലുള്ള ഒരു ക്ലോസിംഗ് നിഫ്റ്റിക്ക് കൂടുതൽ സ്ട്രെങ്ത് പകരും. കൂടാതെ നിഫ്റ്റിയുടെ ഒരു ഇപ്പോഴത്തെ റേഞ്ച് 23,200-നും 23,500-നും ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സോണിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കുകയാണെങ്കിൽ അത് പുതിയ ഡയറക്ഷനിലേക്ക് നിഫ്റ്റിയെ കൊണ്ടെത്തിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്റർ ഒരു പോസിറ്റീവ് ക്രോസ് ഓവർ ആണ് കാണിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്റർ നെഗറ്റീവ് ക്രോസ് ഓവറിലായിരുന്നു ഉണ്ടായിരുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 24,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 23,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,400 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 23,400-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അതിനുശേഷം 23,000 സ്ട്രൈക്കിലും അതിനുശേഷം 22,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,000-ഉമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 23,450-ൽ 431% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പ് തന്നെയാണ്. 145% വർധനവ് കോൾ സൈഡിൽ കാണാം, ഷോർട്ട് ബിൽഡപ്പ് ആണ്. 23,400 സ്ട്രൈക്കിൽ 85% വർധനവ് പുട്ട് സൈഡിൽ, ലോങ് ബിൽഡപ്പ്. 6% വർധനവ് കോൾ സൈഡിൽ, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിൽ കാണാം. 23,500 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 149% വർധനവ് പുട്ട് സൈഡിൽ, ലോങ് ബിൽഡപ്പ് ആണ്. 36% വർധനവാണ് കോൾ സൈഡിലുള്ളത്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിലും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്ന് കാണാം. അടുത്തത് നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലാണ്. ഒരു ഡോജി ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ വെള്ളിയാഴ്ച ഫോം ആയിരിക്കുന്നത്. വീക്ക്ലി സ്കെയിലിൽ ചെറിയ ലോവർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് വീക്ക്ലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക്. ബാങ്ക് നിഫ്റ്റിയിലും കൺസോൾട്ടേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 50,002 എന്ന മാർക്കിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. 155 പോയിന്റ്സ് ഉയർന്നു ക്ലോസ് ചെയ്തു. 50,200 എന്ന മാർക്കിന് മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ സ്ട്രെങ്ത് ബാങ്ക് നിഫ്റ്റിക്ക് ലഭിച്ചു എന്ന് നമുക്ക് കരുതാം. കൂടുതൽ കൺഫർമേഷൻ ലഭിക്കണമെങ്കിൽ 51,000 എന്ന മാർക്ക് ക്രോസ് ചെയ്യണം. ലോവർ സൈഡിൽ 49,500 മുതൽ 49,400 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ലെവലാവാനും സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ 50,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 51,000 സ്ട്രൈക്കിലും അതിനുശേഷം 52,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ 50,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 49,000 സ്ട്രൈക്കിലും അതിനുശേഷം 49,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക്. തുടർച്ചയായ 5ാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് ഇടിയുന്നത്. ഇപ്പോൾ ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത് 12.82-ലാണ്. 4.93% വെള്ളിയാഴ്ച ഇന്ത്യ വിക്സ് ഇടിഞ്ഞത്. അടുത്തത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം സ്വിംഗ് സെഗ്മെന്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് വലിയ പ്രോഫിറ്റിലേക്ക് ചുരുങ്ങിയ ദിവസം കൊണ്ട് വന്ന സ്റ്റോക്കാണ് പാരാസ് ഡിഫൻസ്. മെയ് 23-നും 24-നും നമ്മൾ സ്റ്റോക്കിൽ എൻട്രി പറഞ്ഞിരുന്നു. 868-ൽ എൻട്രി എടുത്ത് 1156.9 വരെയാണ് വെള്ളിയാഴ്ച ഹൈ ക്രിയേറ്റ് ചെയ്ത് 25% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. വലിയൊരു പ്രോഫിറ്റ് തന്നെയായിരുന്നു. മറ്റൊരു സ്റ്റോക്ക് എൻഡ്യൂറൻസ് ആയിരുന്നു. ജൂൺ 6-ന് എൻട്രി എടുത്ത് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ 2480-ൽ എൻട്രി എടുത്ത് 3061 വരെ അപ്പായി 19% നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. അടുത്ത ഒരു സ്റ്റോക്ക് ഹോണ്ട പവർ ആയിരുന്നു. സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നത് ജൂൺ 13-നായിരുന്നു. കേവലം 2 ദിവസം കൊണ്ട് 12% മുകളിലാണ് നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. എൻട്രി എടുക്കുന്നത് 3052-ൽ 3474 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. അടുത്ത ഒരു സ്റ്റോക്ക് മൊറേപെൻ ലാബ്സ് ആയിരുന്നു. ഏപ്രിൽ 19-ന് 49.5-ൽ എൻട്രി എടുത്ത് 56.38 വരെ സ്റ്റോക്ക് അപ്പായി 12% തന്നെ സ്റ്റോക്കിലും നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്ത ഒരു സ്റ്റോക്ക് ഹോർനെറ്റ് ആയിരുന്നു. ഹണിവെൽ ഓട്ടോമേഷൻ സർവീസസ് ആയിരുന്നു.
സ്റ്റോക്കിൽ നമ്മൾ മെയ് 30-ന് 52,530 എൻട്രി എടുത്ത് 58,500 വരെ അപ്പായി 10.2% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്ത ഒരു സ്റ്റോക്ക് HCC ആയിരുന്നു. ഫെബ്രുവരി 20-ന് 44.9 നിന്നും 50 വരെ അപ്പായി 10.2% തന്നെ നമുക്ക് സ്റ്റോക്കിൽ പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. അടുത്ത സ്റ്റോക്ക് HFCL ആണ്. ഫെബ്രുവരി 20-നും 21-നും നമ്മൾ എൻട്രി എടുത്തു. 112 നിന്നും 120 വരെ അപ്പായി 6.7% നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. അടുത്ത ഒരു സ്റ്റോക്ക് ഇൻഡ് ഹോട്ടൽസ് ആയിരുന്നു. ജൂൺ 7-ന് 588 നിന്നും 615.6 വരെ അപ്പായി 4.5% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്ത ഒരു സ്റ്റോക്ക് ഉത്തം ഷുഗർ ആയിരുന്നു. ഏപ്രിൽ 29-ന് 371 നിന്നും 382 വരെയാണ് അപ്പായത്. 2.9% നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത ഏതാനും സ്റ്റോക്കുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ ഇവിടെ കൊടുത്ത ഒരു വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. വെള്ളിയാഴ്ച FIS 2,175 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്ത്. DIs ആവട്ടെ 655 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIS ഇടവിട്ട ദിവസങ്ങളിലാണെങ്കിലും ബൈയിങ്ങിലേക്ക് തിരികെ വരുന്നു എന്നത് പോസിറ്റീവായി തന്നെ കാണാം. ഒരിക്കൽ കൂടി ടെക്നോളജി സ്റ്റോക്കുകൾ റാലി ചെയ്തതോടെ S&P 500ഉം നാസ്ഡാക്കും പുതിയ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. ആപ്പിൾ 1.97% ഉയർന്നു. മൈക്രോസോഫ്റ്റ് 1.31% ഉയർന്നത്. US ലിസ്റ്റ് ചെയ്ത തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനികൾ 5.41% ഉയർന്നു. ഫിലാഡൽഫിയ സെമി കണ്ടക്ടർ സ്റ്റോക്കുകൾ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. ഇന്നലെ എല്ലാ സെമി കണ്ടക്ടർ സ്റ്റോക്കുകളും ഔട്ട് പെർഫോം ചെയ്തപ്പോൾ Nvidia മാറി നിന്നില്ല. പുതിയ ഓൾ ടൈം ഹൈ ആണ് Nvidia ടച്ച് ചെയ്തത്. 0.66% ഇന്നലെ ഉയർന്നു. ഗോൾഡ്മാൻ സാച്ചസ് S&P 500ന്റെ ഇയർ എൻഡ് ടാർഗറ്റ് 5,600 ആയി ഉയർത്തി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ വന്നത്, തിങ്കളാഴ്ച ഫിലാഡൽഫിയ ഫെഡ് പ്രസിഡന്റ് പാട്രിക് ഹാർക്കർ പറഞ്ഞത് തന്റെ എക്കണോമിക് ഫോർകാസ്റ്റ് നടന്നാൽ ഈ വർഷം ഒരിക്കൽ അതിന്റെ ബെഞ്ച് മാർക്ക് പലിശ നിരക്ക് കുറയ്ക്കാൻ കഴിയും എന്നാണ്. ഇനി LSEG ഡാറ്റ പ്രകാരം 25 ബേസിസ് പോയിന്റ്സിന്റെ 2 റേറ്റ് കട്ടാണ് മാർക്കറ്റ്സ് ഈ വർഷം പ്രതീക്ഷിക്കുന്നത്. ഇനി US മാർക്കറ്റിലെ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഇവന്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് റീറ്റെയിൽ സെയിൽസ് ഡാറ്റ പുറത്തു വരുന്നുണ്ട്, പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഹൗസിംഗ് സ്റ്റാർട്ട്സ്, S&P ഫ്ലാഷ് PMI ഡാറ്റ എന്നിവ പുറത്തുവരും. ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ ആദ്യം ഡൗ ജോൺസ് 0.49% ഉയർന്നത്. നാസ്ഡാക്ക് 0.95% ഉയർന്നു. S&P 500 0.77% ഉയർന്നുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.06% നേട്ടത്തിൽ, S&P 500 0.06% തന്നെ നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ ചെറിയ നേട്ടത്തിലായിരുന്നു യൂറോപ്യൻ മാർക്കറ്റുകൾ ക്ലോസ് ചെയ്തത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.91% നേട്ടത്തിലും, ജർമ്മൻ മാർക്കറ്റ് DAX 0.37% നേട്ടത്തിലും, UK മാർക്കറ്റ് FTSE 0.06% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. സ്റ്റോക്ക് 600 0.12% ഇന്നലെ ഉയർന്നത്. സെക്ടറുകളെല്ലാം മിക്സഡ് ആയിട്ട് തന്നെയായിരുന്നു. ഹെൽത്ത് കെയർ 1% ഇടിഞ്ഞപ്പോൾ ട്രാവൽ സ്റ്റോക്കുകൾ 1.6% നേട്ടവും ഉണ്ടാക്കി. ഇന്നലെ ഫ്രാൻസ് മാർക്കറ്റ് വലിയ രീതിയിൽ തന്നെ ഉയർന്നിരുന്നു. ഇൻവെസ്റ്റേഴ്സ് ഫ്രാൻസിൽ നാഷണൽ പാർട്ടി അധികാരത്തിൽ വരും എന്ന പ്രതീക്ഷയിലാണ് ഇത്ര വലിയൊരു മുന്നേറ്റം അവിടെ ഉണ്ടായത്. ഈ ആഴ്ചയിലെ യൂറോപ്പിലെ പ്രധാനപ്പെട്ട ഒരു ഇവന്റ് നോക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വരുന്നുണ്ട്. വ്യാഴാഴ്ചയാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റുകളിൽ DAX 0.06% നേട്ടത്തിൽ, CAC 0.10% നേട്ടത്തിലും, FTSE 0.08% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ ഏഷ്യ പസഫിക് മാർക്കറ്റുകൾ ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത് പോസിറ്റീവിൽ തന്നെയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ നിക്ഷേപകർക്ക് പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇപ്പോൾ സമയം രാവിലെ 7 മണിയാണ്. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 23,588.50 എന്ന നിലയിലാണ്. 37.50 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് 125 മുതൽ 135 പോയിന്റ്സിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.86% നേട്ടത്തിലാണ്. തായ്വാൻ മാർക്കറ്റ് 1.16% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 0.83% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.44% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയ നേട്ടം നിലനിർത്തി ഓയിൽ വിപണി. US ക്രൂഡ് ഓയിൽ ഇന്നലെ 2% ഉയർന്ന് $80 എന്ന മാർക്കിലേക്ക് ഉയർന്നിരിക്കുന്നു. ബ്രന്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $84.33 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.13% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $79.77 പെർ ബാരൽ എന്ന നിലയിൽ 0.06% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.